Hi friends, welcome back to my channel, your online teacher. Plus new business studies വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അറിയില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് പോയിന്റ്സ് ആൻഡ് വളരെ കുറച്ച് എക്സ്പ്ലനേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം ഒരു 18ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. നമുക്ക് പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് നോക്കാം, പഠിച്ചതെല്ലാം ഓർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്നതാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല പല റിസോഴ്സ് എല്ലാം നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് അതിനെ പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തിരിച്ച് ഓരോരുത്തർക്ക് അവരുടെ ഡ്യൂട്ടീസ് എല്ലാം പറഞ്ഞു കൊടുത്ത് ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓർഗനൈസിങ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് പേഴ്സണിനെ റൈറ്റ് ജോബിലേക്ക് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എംപ്ലോയീസിന് ഗൈഡൻസ് കൊടുത്ത് അവരെ സൂപ്പർവൈസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നാണ് ഡയറക്റ്റിംഗ്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്ലാൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് കൺട്രോളിംഗ്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഏർണിങ്സ്. അതായത് അത്യാവശ്യം നല്ല ഏർണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. ഏർണിങ്സിന്റെ സ്റ്റെബിലിറ്റി നന്നായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. കമ്പനിക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് കൂടുതൽ റീറ്റെയിൻ ചെയ്യണതാണ് നല്ലത്, ഡിവിഡൻഡ് കുറച്ച് കൊടുത്താൽ മതി. ക്യാഷ് ഫ്ലോ പൊസിഷൻ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കാം. നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ തടസ്സങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് നോക്കണം. ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? കൂടുതൽ ഡിവിഡൻഡ് ആയിരിക്കും. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് നമുക്ക് വളരെ ആക്സസ് ഉണ്ട്. പെട്ടെന്ന് ഫണ്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് അങ്ങനെ തന്നെ നിലനിർത്തേണ്ട ആവശ്യമില്ല. ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം. ദെൻ പ്രൊസീജിയർ ഫോർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതിന്റെ പ്രൊസീജിയേഴ്സ് ആണ്. ആദ്യം പ്രിലിമിനറി സ്ക്രീനിങ് നടത്തും. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യും. ദെൻ സെലക്ഷൻ ടെസ്റ്റ് നടത്തും. ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ടെസ്റ്റുകൾ. ദെൻ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂ പാസ്സായാൽ അയാളുടെ റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തും. ചില ജോലിക്ക് മെഡിക്കൽ എക്സാമിനേഷൻ വരാറുണ്ട്. അതിനുശേഷം അയാൾക്ക് ജോബ് ഓഫർ കൊടുക്കും. ഇന്ന ഡേറ്റിൽ അയാൾ എംപ്ലോയ്മെന്റിൽ സൈൻ ചെയ്താൽ അയാൾ അവിടുത്തെ എംപ്ലോയി ആയി മാറി. ഡിഫറെന്റ് ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ്. പണത്തിന്റെ രൂപത്തിലുള്ള ഇൻസെന്റീവ്സ് എന്തൊക്കെയാണ്? ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, കമ്മീഷൻ, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആയിട്ട് വരുന്നതാണ് സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി, എംപ്ലോയി റെക്കഗ്നിഷൻ, ജോബ് സെക്യൂരിറ്റി, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഞാൻ താഴെ കമന്റ് ആയിട്ട് പിൻ ചെയ്യാം കേട്ടോ. ദെൻ ഡിഫറൻഷിയേറ്റ് ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇൻഫോർമൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ്. ഫോർമൽ ഓർഗനൈസേഷനിൽ കൃത്യമായിട്ടുള്ള അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് ഉണ്ടാകും. ഇവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഫോർമൽ ഓർഗനൈസേഷൻ ഒഫീഷ്യൽ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടാണ്. ഇവിടെ ഒഫീഷ്യൽ റൂൾസ് ഒന്നും ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഒഫീഷ്യൽ ചാനലിലൂടെ ഫോളോ ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ചാനൽ ഒന്നുമില്ല. മോർ സ്റ്റേബിൾ ആണ്, ഇവിടെ ലെസ് സ്റ്റേബിൾ ആണ്. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ പറഞ്ഞാൽ റിജിഡ് ആകും. ഒരു പ്ലാൻ സെറ്റ് ചെയ്താൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. പക്ഷെ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അൺസർട്ടനിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ക്രിയേറ്റിവിറ്റിക്ക് അവിടെ സ്ഥാനമില്ല. പ്ലാനിങ് ഡസന്റ് ഗ്യാരണ്ടി സക്സസ്. മാനേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനാണ് മാനേജ്മെന്റ് ലക്ഷ്യം വെക്കാം. അത് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. പല ആളുകൾ ചേർന്ന് ഒന്നിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പെർവാസീവ് ആണ്. എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിൽ ഇത് ആവശ്യമാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഡൈനാമിക് ഫംഗ്ഷൻ ആണ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല, പക്ഷെ അതിന്റെ പ്രസൻസ് അറിയാൻ പറ്റും. ദെൻ ഹെൻറി ഫെയലിന്റെ പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഡിവിഷൻ ഓഫ് വർക്ക്. വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ സ്പെഷ്യലൈസേഷൻ കൂടും. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഇടാനുള്ള പവർ, റെസ്പോൺസിബിലിറ്റി അത് ചെയ്ത് തീർക്കേണ്ട ഒബ്ലിഗേഷൻ ആണ്. ദെൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ റൂൾസ് അനുസരിച്ചിരിക്കണം. യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു എംപ്ലോയി ഒരു സുപ്പീരിയർ അടുത്തു നിന്നാണ് ഓർഡേഴ്സ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എല്ലാവരും വൺ ഹെഡ് വൺ പ്ലാൻ എന്നുള്ള രീതിക്കായിരിക്കണം പോകേണ്ടത്. അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി പറയുകയാണെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്, ഒരാളുടെ ബേസിക് ആയിട്ടുള്ള നീഡാണ് വരുന്നത്.
ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്. ദെൻ സേഫ്റ്റി നീഡ് വരും. അതൊരു ട്രയാങ്കിൾ വരച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. സേഫ്റ്റി നീഡിൽ ഫിസിക്കൽ അതുപോലെ എക്കണോമിക് റിസ്കുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാൻ. സോഷ്യൽ നീഡിൽ ലവ്, അഫെക്ഷൻ, ബിലോങ്ങിങ്നെസ് ആണ്. എസ്റ്റീം നീഡിൽ റെക്കഗ്നീഷൻ, റെസ്പെക്ട്, സ്റ്റാറ്റസും. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ ഒരാൾക്ക് എന്തായി തീരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ അത് അയാൾ ആയി തീരുക എന്നുള്ളതാണ്. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇത് നമ്മൾ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രൊനൗൺസ് ചെയ്യാൻ എളുപ്പം ഉണ്ടാകണം, ഓർത്തിരിക്കാൻ എളുപ്പം ഉണ്ടാകണം, അതിന്റെ ബെനിഫിറ്റ്സ് അതിൽ തന്നെ പറഞ്ഞിരിക്കണം. ഇപ്പൊ ബൂസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ എനർജി ബൂസ്റ്റ് ആകും എന്നുള്ള ഒരു ബെനിഫിറ്റ് അതിലുണ്ടാവും. ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കണം, ലീഗലി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതികളായിരിക്കണം. എന്താണ് മാർക്കറ്റിംഗ് മിക്സ്? മാർക്കറ്റിംഗ് മിക്സിൽ വരുന്നതാണ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 5 ഫാക്ടേഴ്സ് എഫക്റ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ ബാധിക്കാവുന്ന 5 ഫാക്ടേഴ്സ് ആണ്. ബിസിനസിന്റെ നേച്ചർ, മാനുഫാക്ചറിംഗ് ഫേം ഒക്കെ ആണെങ്കിൽ ഒത്തിരി വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ലാർജ് സ്കെയിലാണ് ഓപ്പറേഷൻ എങ്കിൽ ഒത്തിരി വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ബിസിനസ് സൈക്കിൾ ലാർജ് ആണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ഒത്തിരി വേണം. പ്രൊഡക്ഷൻ സൈക്കിളും ലോങ്ങർ ആണെങ്കിൽ ഒത്തിരി വർക്കിംഗ് ക്യാപിറ്റൽ വേണം. നമ്മൾ ആളുകൾക്ക് കടം കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് പണം വരുന്നില്ല, സോ അപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ ഒരുപാട് വേണം. ദെൻ കമ്മ്യൂണിക്കേഷന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? സെമാൻറ്റിക് ബാരിയേഴ്സ് ഉണ്ട്. വേർഡ് ലാംഗ്വേജിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ആണ് സെമാൻറ്റിക്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻഡറിന്റെയും റിസീവറിന്റെയും മെന്റൽ ആറ്റിറ്റ്യൂഡ്, ഇമോഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഭയങ്കര കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ തടസ്സം വരും. ദെൻ പേഴ്സണൽ ബാരിയർ, പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡിഫറൻസസ് ആണ്. ദെൻ ഒരു ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്, 3 ഡിസിഷൻസ് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, നമ്മുടെ ബിസിനസിന്റെ അസറ്റ് എവിടെ വേണം ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള തീരുമാനമാണ്. ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഫണ്ട് നമ്മൾ എവിടെ നിന്നെല്ലാം കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൽ എത്ര നമ്മൾ നിലനിർത്തണം, എത്ര നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? കോർഡിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു, ആളുകളെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി ഇൻക്രീസ് ആക്കാം, ലീഡർഷിപ്പിന് സഹായിക്കും, സ്മൂത്ത് ഫങ്ഷനിങ് സഹായിക്കും, ഡിസിഷൻ മേക്കിനും സഹായിക്കും. ദെൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ നേച്ചേഴ്സ് പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിലും ഇത് ആപ്ലിക്കബിൾ ആണ്. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്, അതായത് എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ ഗൈഡ് ലൈൻസ് ആണ്, അതായത് ഡിസിഷൻ എടുക്കാൻ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് മാത്രമാണ് ഇതിലുള്ളത്. ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഫ്ലെക്സിബിൾ ആണ്, സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. മെയിൻലി ബിഹേവിയറിലാണ്, അതായത് ഹ്യൂമൻ ബിഹേവിയറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ളതാണ് കൂടുതൽ പ്രിൻസിപ്പിൾസും. ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട ഷോർട്ട് നോട്ട്സ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. 4 to 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. നല്ല രീതിക്ക് പഠിക്കുക, എല്ലാവരും ഇത്തവണ എക്സാം പാസ്സാകുക കേട്ടോ. താങ്ക് യു.